അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹുവിനിട്ട് നല്ല പണി കൊടുത്ത് ട്രംപ്. ഇസ്രായേലിനും ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ സ്വപ്നങ്ങൾക്കും എന്താ പറയാ ഒരു അടിയാണ് യഥാർത്ഥത്തില് ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെക്കാൻ പോകുന്ന ഈ കരാറ്. അതായത് ഞായറാഴ്ച ഒപ്പുവെക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഒപ്പുവെക്കത്തില്ല, മിക്കവാറും തിങ്കളാഴ്ച ആയിരിക്കും ഒപ്പുവെക്കുക എന്നുള്ളതാണ് അബ്ബാസ് അറാക്ചി, അതായത് ഇറാനും പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഒപ്പ് വെക്കുമോ വെക്കില്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡബിൾ മൈൻഡിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എങ്കിൽ കൂടെ മിക്കവാറും ആ ഒരു സമാധാന കരാറിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഹോർമോസ് തുറക്കുക, ഹോർമോസിലൂടെയുള്ള ഫ്രീ ഫ്ലോ ഉണ്ടാവുക, അതേപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോ ഈ ഒരു കരാറിന്റെ ഭാഗമായിട്ടുള്ളത് എന്നാണ്. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കരാറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ ഇതിനകത്തില്ല എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ഇതിൽ സ്ഥിരീകരിക്കാത്ത വേറെ കുറെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഇറാന് നഷ്ടപരിഹാരമായിട്ട് ഏകദേശം 30,000 കോടി ഡോളർ കൈമാറി എന്ന് പറയുന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും കൂടെ വരുന്നുണ്ട്. റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊന്നും വരുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൂടെ ഇസ്രായേലിനും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നത്തിനും കൂടിയാണ് ഈ ഒരു കരാറ് തിരിച്ചടി ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനിടയ്ക്കാണ് ഇസ്രായേലിൽ നിന്നുള്ള പ്രസ്താവനകൾ വരുന്നത്, IDF-ന്റെ ഒക്കെ. അതായത് ഇറാനെ ഒറ്റയ്ക്ക് നേരിടാൻ ഇസ്രായേൽ സൈന്യം സജ്ജമാണ്, പക്ഷെ അമേരിക്ക കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതെങ്ങനെയുണ്ട് ആ ഒരു ഡയലോഗ്? അതായത് ഒറ്റയ്ക്ക് ഞങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ അത് ഒറ്റയ്ക്ക് ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷെ ഇവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. അതുകൊണ്ട് അവര് കൂടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിപ്പോ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അല്ലാതെ ഞങ്ങൾ പേടിച്ചിട്ടല്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ടോണാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോ ഇത്രയും കാലം ഇസ്രായേല് യുദ്ധം ചെയ്ത, അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പറയുന്ന PVC പൈപ്പിനകത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ട് റോക്കറ്റ് വിടുന്ന ഹമാസിനോടും അതേപോലെ തന്നെ FPV ഡ്രോണുകൾ ഉപയോഗിക്കുന്ന ഹിസ്ബുള്ളയോടാണ് ഇസ്രായേൽ ഇതുവരെ യുദ്ധം ചെയ്തേക്കുന്നത്. അല്ലാതെ ബാലിസ്റ്റിക് മിസൈലുകളും MAC-5ഉം MAC-10ഉം സ്പീഡിൽ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉള്ള ഒരു എൻറ്റിറ്റിനോട് ഇന്ന് വരെ ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടില്ല. നമുക്കറിയാം ജോർഡനോടും അതേപോലെ തന്നെ ഈ ഈജിപ്തിനോടൊക്കെ ഒരു യുദ്ധം ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു 6th ഡേ വാർ, അതിൽ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ അതിനുശേഷം ഇങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ശക്തിനോട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിന്റെ ക്ഷീണം അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും ഇസ്രായേലില് എന്തായിരിക്കും സംഭവിക്കാൻ പോവാ എന്നുള്ളതും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ബങ്കറുകളിൽ ജീവിക്കേണ്ട, ബങ്കറുകളിൽ ഇരുന്ന് തിന്നാൻ ടോയ്ലറ്റ് പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറും എന്നുള്ള കാര്യത്തിലും അവർക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോവാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങാനും അറ്റാക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള അടി ഇസ്രായേലിന് താങ്ങാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതിനെ തുരങ്കം വെക്കാനുള്ള പരമാവധി ശ്രമം മാക്സിമം അളവില് ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലെബനോനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഈ പറയുന്ന കരാറിന്റെ ഭാഗമാണ് ലെബനോനും എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതായത് ലെബനോനില് വെടിവെച്ചകൾ നിലക്കാതെ ഈ കരാർ ഉണ്ടാവില്ല എന്നുള്ളത് ഇറാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരാറിന് തുരങ്കം വെക്കാനുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ലെബനോൻ ആണെന്നുള്ളത് ഇസ്രായേലിന് അറിയാം. അപ്പൊ ഇസ്രായേല് ലെബനോനിൽ നടത്തിയിട്ടുള്ള അറ്റാക്കിന്റെ ഒരു വീഡിയോ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് അൽ ജസീറ പുറത്തുവിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. മാസീവ് ആയിട്ടുള്ള ഏരിയൽ ബോംബാർഡ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങളിലും അതേപോലെ തന്നെ ഈ എന്താ പറയാ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഈ പറയുന്ന ഇസ്രായേൽ ഇതുപോലത്തെ അറ്റാക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊരു വീഡിയോ കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലെബനോന്റെ ഒഫീഷ്യൽ ആർമി ഈ പറയുന്ന കോൺഫ്ലിക്ട് സോണിൽ നിന്നും ഇവാക്യുവേറ്റ് ചെയ്ത് പോകുന്ന കുറച്ച് വിഷ്വൽസ് കൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ലെബനോന്റെ ഒഫീഷ്യൽ ആർമി, ഹിസ്ബുള്ള അല്ല പറയുന്നത്, ലെബനോന്റെ ഒഫീഷ്യൽ ആർമി.
അപ്പൊ ഏത് വിധേനയും ഈ പറയുന്ന കരാറിന് തുരങ്കം വെക്കുക എന്ന് പറയുന്ന പരിപാടിയായിട്ടാണ് ഇപ്പോ ഇസ്രായേൽ പോകുന്നത്, ഈവൻ തോ ട്രംപ് നെതന്യാഹുവിന് കഴിയൊഴിഞ്ഞാലും.